GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നത് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും സാമ്പത്തിക മൂല്യമാണ്. GDP ഉയർന്നിരിക്കുകയാണെങ്കിൽ ആ രാജ്യം സാമ്പത്തികമായി ശക്തവും സ്ഥിരതയുള്ളതും ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2025 ഇന്ത്യ $4 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയായിരിക്കുന്നു. IMFന്റെ ഡാറ്റ പ്രകാരം 2025 ജപ്പാനെ പിന്തള്ളിയിട്ടാണ് ഇന്ത്യ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകൾ കൃഷി, ടെക്നിക്കൽ സർവീസുകൾ, അതേപോലെ കോട്ടൺ ഇൻഡസ്ട്രി, ബിസിനസ് ഔട്ട്സോഴ്സിംഗ് എന്നിവയാണ്. ഇന്ത്യയുടെ നോമിനൽ GDP കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 105% വളർന്ന്, അതായത് 2014 മുതൽ 2025 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP 105% വളർന്നു. ഈ GDP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ y = c + i + g + x - m എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് y എന്നുള്ളത് GDP ആണ്. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ ആണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് അതിൽ നോൺ ഡ്യൂറബിൾ ഗുഡ്സും ഡ്യൂറബിൾ ഗുഡ്സ്, സേവനങ്ങൾ, ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് C. ഇതിന്റെ ചെലവാണ് C എന്ന് പറഞ്ഞാൽ. I എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇപ്പം വീട് അല്ലെങ്കിൽ വ്യവസായശാല നിർമ്മാണം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് I. G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻസസ് ആണ്. അതിൽ വരുന്നത് ഇപ്പം ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, റോഡ് കൺസ്ട്രക്ഷൻ, റെയിൽവേ കൺസ്ട്രക്ഷൻ, എയർപോർട്ട് കൺസ്ട്രക്ഷൻ, സ്കൂളുകൾ, സൈനിക ബഡ്ജറ്റ്, ഇതൊക്കെ ചേർന്നിട്ടുള്ളതാണ് G എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്ത ടേമാണ് X - M. ഇത് എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഡിഫറൻസ് ആണ്. ഇതൊക്കെ ചേർന്നിട്ട് കിട്ടുന്നതാണ് ടോട്ടൽ GDP എന്ന് പറഞ്ഞാൽ. അപ്പം ഈ GDP അനുസരിച്ചിട്ട് ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടുള്ളത് അമേരിക്കയാണ്. അമേരിക്കയുടെ GDP 30.5 ട്രില്യൺ ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ചൈനയുടെ 19.23 ട്രില്യൺ ആണ്. ഇന്ത്യയാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. ജർമ്മനിയുടേത് 4.74 ട്രില്യൺ ആണ്. നാലാം സ്ഥാനത്തുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയുടേത് 4.15 ട്രില്യൺ ആണ്. ജപ്പാന്റേത് 4.14 ട്രില്യൺ ആണ്. പിന്നീട് അതിന് വേണ്ടി ജപ്പാൻ, ഇറ്റലി, ഫ്രാൻസ്, ബ്രസീൽ എന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. UK ഇതൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങളുടെയൊക്കെ ഇതൊക്കെയാണ് ടോപ്പ് 10 GDP ഉള്ള രാജ്യങ്ങൾ. ഇവരുടെയൊക്കെ ഗ്രോത്ത് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഈ ടോപ്പ് 10 എക്കണോമിയിൽ ഏറ്റവും ഗ്രോത്ത് റേറ്റ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഈ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 8.2% ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ചൈനയുടെ 4.8% ആണ്. മറ്റു രാജ്യങ്ങളുടെയെല്ലാം ഗ്രോത്ത് റേറ്റ് 2% കുറവാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ജർമ്മനിയുടെയും ജപ്പാന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ UK ഒക്കെ ഗ്രോത്ത് റേറ്റ് 1.1 അല്ലെങ്കിൽ 0.9% ഒക്കെയാണ്. അതിൽ ജർമ്മനിയുടേത് 0.8% ആണ്. ഈ 1% കുറവ് ഗ്രോത്ത് റേറ്റ് വരികയാണെങ്കിൽ ആ രാജ്യം റിസഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫ്രാൻസ്, ജപ്പാൻ, UK, ജർമ്മനി ഈ രാജ്യങ്ങളൊക്കെ റിസഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു ക്വാഡ്രന്റിൽ അമേരിക്കയും റിസഷൻ നേരിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ലോകത്തെ ടോപ്പ് 10 എക്കണോമിയുടെ സാമ്പത്തിക അവസ്ഥ. ഇനി മറ്റൊരു ടേം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ മെഷർ ചെയ്യുന്നതിന് മറ്റൊരു ടേം യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡെബിറ്റ് ആണ്. അതായത് വിദേശ കടം. ഇപ്പം അതിനകത്ത് അല്ലെങ്കിൽ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡെബിറ്റും ഉണ്ട്, ഇന്റേണൽ ഡെബിറ്റും ചേർന്നിട്ടുള്ളതാണ് ടോട്ടൽ ഡെബിറ്റ്. എക്സ്റ്റേണൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ വിദേശ കറൻസി, ഫോറിൻ കറൻസിയിലുള്ള കടമാണ്. അതിപ്പം വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ IMF എന്ന് പറഞ്ഞ സ്ഥാപനങ്ങൾ, ഇതൊക്കെ മറ്റ് രാജ്യങ്ങളിലെ കറൻസിയിൽ കൊടുക്കുന്ന കടമാണ്. ഈ കടമാണ് എക്സ്റ്റേണൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാജ്യത്തെ സ്വന്തം ബാങ്കുകളിൽ നിന്ന് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന കടമാണ്. ഇത് രണ്ടിന്റെയും സമ്മാണ് ടോട്ടൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ടോട്ടൽ ഡെബിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ ഡെബിറ്റിൽ ചൈനയുടെ എക്സ്റ്റേണൽ ഡെബിറ്റ് $2,500 ബില്യൺ ആണ്. ഇന്ത്യയുടെ ഇത് $750 ബില്യൺ ആണ്. അപ്പൊ ടോട്ടൽ ഡെബിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ഡെബിറ്റ് $3.2 ട്രില്യൺ ആണ്. ചൈനയുടേത് $19 ട്രില്യൺ ആണ്. അപ്പൊ US ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ ഡെബിറ്റ് ഉള്ളത് അമേരിക്കക്കാണ്. ന്റെ എക്സ്റ്റേണൽ ഡെബിറ്റ് $39 ട്രില്യൺ ആണ്. അപ്പൊ അത് നമ്മൾ GDP ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ GDPയുടെ 75% ആണ് ഇന്ത്യയുടെ ടോട്ടൽ ഡെബിറ്റ്. എന്നാൽ ചൈനയെ നോക്കുമ്പോൾ ചൈനയുടെ 95% ആണ്, ചൈനയുടെ GDPയുടെ 95% ആണ് അവരുടെ ടോട്ടൽ ഡെബിറ്റ്. അമേരിക്കയുടെ നോക്കുമ്പോൾ അത് 125% കൂടുതൽ വരുന്നുണ്ട്. 125% കൂടുതലാണ് അമേരിക്കയുടെ ടോട്ടൽ ഡെബിറ്റ് കമ്പയറിംഗ് ടു GDP. അപ്പോൾ അമേരിക്കയുടെ GDPയുടെ 125% അമേരിക്കയുടെ കടം.
ജപ്പാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജപ്പാൻ്റെത് 230%. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഇന്ത്യയും ചൈനയുടെയൊക്കെ GDP കടം GDP-യേക്കാൾ കുറവാണ്. എന്നാൽ അമേരിക്ക മറ്റു രാജ്യങ്ങളുടെയൊക്കെ GDP വെച്ച് നോക്കുമ്പം അവരുടെ എക്സ്റ്റേണൽ ഡെബിറ്റ് അവരുടെ GDP-യേക്കാൾ കൂടുതലാണ്. ഇപ്പം അമേരിക്ക വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. അമേരിക്കയുടെ 2022 അമേരിക്കയുടെ ടോട്ടൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡെബിറ്റ് തന്നെ $30 ട്രില്യൺ ആയിരുന്നു. പക്ഷേ 2025 എത്തുമ്പോഴേക്ക് $40 ട്രില്യൺ അതായത് വെറും 3 വർഷം കൊണ്ട് അമേരിക്കയുടെ കടം $10 ട്രില്യൺ കൂടി. എന്ന് വെച്ചാൽ ഒരു വർഷം അമേരിക്കയുടെ കടം $3 ട്രില്യൺ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് തന്നെ 10-12 വർഷം കൊണ്ട് തന്നെ അമേരിക്കയുടെ കടം ഇപ്പോൾ ഉള്ളതിന്റെ നേരെ ഇരട്ടിയായിട്ട് മാറും. ഇതിന് കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ മെയിൻ ആയിട്ടുള്ള മിലിറ്ററി എക്സ്പെൻസ് ആണ്. അതായത് അമേരിക്ക 220ഓളം ഓവർസീ മിലിറ്ററി ബേസസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വലിയ എക്സ്പെൻസ് ആണ്. അമേരിക്കയുടെ ബജറ്റ് നോക്കുകയാണെങ്കിൽ, മിലിറ്ററി ബജറ്റ് നോക്കുകയാണെങ്കിൽ $1 ട്രില്യൺ ആണ് അമേരിക്കയുടെ മിലിറ്ററി ബജറ്റ്. അതായത് $1,000 ബില്യൺ ആണ് അമേരിക്കയുടെ മിലിറ്ററി ബജറ്റ്. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയുടെ $300 ബില്യൺ ആണ്. ഇന്ത്യയുടെ 5ാം സ്ഥാനത്ത് മിലിറ്ററി ബജറ്റിൽ, മിലിറ്ററി എക്സ്പെൻസിൽ 5ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 5ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ മിലിറ്ററി ബജറ്റ് വെറും $80 ബില്യൺ ആണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ മിലിറ്ററി ബജറ്റിന്റെ ഏകദേശം 4 ഇരട്ടിയോളം ചൈനയുടെ മിലിറ്ററി ബജറ്റ് വരുന്നുണ്ട്. അതിന്റെ ഏകദേശം 3.5 ഇരട്ടിയോളം അമേരിക്കയുടെ മിലിറ്ററി ബജറ്റ് വരുന്നുണ്ട്. അമേരിക്കയുടെ മിലിറ്ററി ബജറ്റ് ഇത്രയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് അമേരിക്കയുടെ കടം ഓരോ വർഷവും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് GDP അനുസരിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയാണ്. പക്ഷേ എങ്കിൽ മറ്റൊരു സാമ്പത്തിക വ്യവസ്ഥ കൂടിയാണ്. അത് പർച്ചേസ് പവർ പാരിറ്റി എന്നുള്ള എന്തിന് ബേസ്. ഇത് ആദ്യത്തെ GDP തന്നെ പ്രൊഡക്ഷൻ അനുസരിച്ചുള്ളതാണ്. രണ്ടാമത്തത് മറ്റൊരു GDP കൊണ്ട് അത് പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു രാജ്യത്തിന്റെ വാങ്ങൽ ശേഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു GDP ആണത്. അതായത് ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാം കൂടി എത്ര വസ്തുക്കൾ വാങ്ങുവാനുള്ള കഴിവുണ്ട്, അതിനെ ബേസ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറഞ്ഞാൽ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ചൈനയാണ്. ചൈനയുടെ പർച്ചേസ് പവർ പാരിറ്റി അനുസരിച്ചിട്ട് അവരുടെ GDP എന്ന് പറഞ്ഞാൽ $37 ട്രില്യൺ ആണ്. അമേരിക്കയുടെ പർച്ചേസ് പവർ പാരിറ്റി അനുസരിച്ചിട്ടുള്ള അമേരിക്ക 2ാം സ്ഥാനത്താണുള്ളത്. അമേരിക്കയുടെ GDP $29 ട്രില്യൺ ആണ്. 3ാം സ്ഥാനം ഇന്ത്യയാണ്. ഇന്ത്യയുടെ $16 ട്രില്യൺ ആണ്. അപ്പം ഇന്ത്യയുടെ ഏകദേശം ഇരട്ടിയോളം അമേരിക്കയുടേത് വരും. അമേരിക്കയൊക്കെ കുറച്ച് കൂടുതലാണ് ചൈനയുടേത്. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പ് 3 എക്കണോമികൾ നോക്കുകയാണ്. അത് 4ാം സ്ഥാനത്തുള്ളത് റഷ്യയാണ്. റഷ്യയുടേത് 6.9 അല്ലെങ്കിൽ 7 ട്രില്യൺ ആണ്. 5ാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. ജപ്പാന്റെ പർച്ചേസ് പവർ പാരിറ്റി അനുസരിച്ചിട്ടുള്ള GDP എന്ന് പറഞ്ഞാൽ 6.6 ട്രില്യൺ ആണ്. ജർമ്മനിയുടേതൊക്കെ വളരെ കുറവാണ്. ഇനി നമ്മൾ ഈ ടോപ്പ് 3 എക്കണോമിയിൽ നമ്മൾ അവരുടെ ഇൻഫ്ലേഷൻ നോക്കുകയാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം നോക്കുകയാണെങ്കിൽ ചൈനയുടെ വിലക്കയറ്റം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ 0.7 ആണ്. ഇന്ത്യയുടേത് 0.2 ആണ്. എന്നാൽ അമേരിക്കയുടേത് 3% ആണ്. ജപ്പാന്റേത് 3%. അപ്പൊ നമ്മൾ ജർമ്മനിയുടേത് ഏകദേശം 2.7 to 3%. അപ്പൊ ഈ ടോപ്പ് 10 എക്കണോമികളിൽ ഏറ്റവും കുറഞ്ഞ ഇൻഫ്ലേഷൻ റേറ്റ് ഉള്ളത് ഇന്ത്യക്കാണ്. ചൈനക്കും ഇന്ത്യക്കുമാണ്. അമേരിക്കക്ക് ജപ്പാന് ജർമ്മനിക്കൊക്കെ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ വിലക്കയറ്റം വളരെ കൂടുതലാണ്. ഇതിന് മെയിനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഒരു വാർത്ത കേട്ടു. അതായത് ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ റുപ്പിയുടെ വില കുറഞ്ഞു. $1 90 ഇന്ത്യൻ റുപ്പീസ് ആയി. ഇതിന് മെയിനായിട്ടുള്ള കാരണം, ഇതിന് ഇന്ത്യയിലെ ജനങ്ങൾ അധികം പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. അതിന് കാരണം വെച്ചാൽ US ഇന്ത്യയുടെ മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന ടാരിഫ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഈ US ഡോളറിന്റെ വാല്യൂ ഇന്ത്യൻ റുപ്പീന്റെ വാല്യൂ കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ത്യയുടെ ഇമ്പോർട്ടിന് മാത്രമാണ് എഫക്റ്റ് ആകുന്നത്. നമ്മുടെ എക്സ്പോർട്ടിന് അത് എഫക്റ്റ് ആവില്ല. കാരണം ഇമ്പോർട്ടിനാണ് നമുക്ക് US ഡോളറിന്റെ ആവശ്യമുള്ളത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് കുറച്ച് നിൽക്കാൻ, ഈ 0.2 ആയി നിൽക്കാൻ മെയിനായിട്ടൊരു കാരണം വെച്ചാൽ നമ്മൾ റഷ്യയിൽ നിന്നാണ് വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് നമുക്കിപ്പോൾ 0.2% പിടിച്ചു നിർത്താൻ പറ്റുന്നത്. ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പുടിൻ
ഈയിടെ വന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ അനുസരിച്ച് ഇന്ത്യക്ക് അൺഇൻറ്ററപ്റ്റഡ് എമൗണ്ട് ഓഫ് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇത്രയും 0.2% ആയിട്ട് പിടിച്ച് നിർത്താൻ പറ്റുന്നത്. അമേരിക്കയുടെ ടാരിഫ് വാർ ഉണ്ടായിട്ടും നമ്മൾ ഇന്ത്യയുടെ വിലക്കയറ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഇതുകൊണ്ടാണ്. ഇനി വരാൻ പോകുന്നത് ഒരു മൾട്ടിപോളർ വേൾഡ് ആണ്. ഒരു 10-15 വർഷം കൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഒരു ബൈപോളർ വേൾഡ് ആയിരുന്നു. അതായത് അമേരിക്കയും USSR മാത്രം കൺട്രോൾ ചെയ്തിരുന്ന ഒരു ലോകമായിരുന്നു. അതിനുശേഷം USSRന്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു യൂണിപോളർ വേൾഡ് ആയി. അപ്പോൾ 1990 ശേഷം വരുന്ന ഈ 2010 വരെയുള്ള ഒരു കാലം, 2020 വരെയുള്ള കാലം എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രം കൺട്രോൾ ചെയ്ത ഒരു കാലമാണ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു മൾട്ടിപോളർ വേൾഡ് ആണ് ഒരു 10-15 വർഷം കൊണ്ട്. അപ്പോൾ ഈ മൾട്ടിപോളർ വേൾഡിൽ ഏകദേശം 40% വരുന്ന ഗ്ലോബൽ എക്കണോമിയെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഇന്ത്യ ആയിരിക്കും. ഇന്ത്യയും ഗ്ലോബൽ സൗത്തും ചേർന്നിട്ടായിരിക്കും. ബാക്കി വരുന്ന ഒരു 20% എക്കണോമി കൺട്രോൾ ചെയ്യുന്നത് ചൈനയും അവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങളായിരിക്കും. പിന്നെ വരുന്ന ഒരു 12% ഒരു യൂറോപ്പിന്റെ ഇൻഫ്ലുവൻഷ്യൽ, യൂറോപ്പും അവരുമായി കച്ചവടം നടത്തുന്ന രാജ്യങ്ങളായിരിക്കും. പിന്നെ റഷ്യയുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങളും ചേർന്നിട്ട് ഒരു 12% വരുന്ന ഗ്ലോബൽ എക്കണോമി കൺട്രോൾ ചെയ്യും. പിന്നെ വരുന്നത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കക്ക് ഏകദേശം ഗ്ലോബൽ എക്കണോമിയുടെ 10% മാത്രമേ ഇനി വരാൻ പോകുന്ന കാലത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പം അമേരിക്ക ഇപ്പം ഭയപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കക്ക് ഓൾറെഡി ഇനി ഒരു 10-15 വർഷം കഴിഞ്ഞാൽ അമേരിക്ക വെറും ലോക എക്കണോമിയുടെ 10% മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇപ്പം ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ഒരു എഗ്രിമെന്റ് ആയി കഴിഞ്ഞാൽ ഈ 3 ശക്തികളും ചേർന്ന് അവരുടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങളും ചേർന്നിട്ട് ഏകദേശം ഗ്ലോബൽ എക്കണോമിയുടെ 75% അവർ കൺട്രോൾ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ അമേരിക്ക ഒരു ടോട്ടലി ഇറലവന്റ് ആയിട്ടുള്ള രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അതായത് 2035-2040 അമേരിക്ക ഒരു ടോട്ടലി ഏഷ്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയും ഏഷ്യയൊക്കെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഇറലവന്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അമേരിക്കയുടെ നോർത്ത് അമേരിക്കയിൽ മാത്രം, അതായത് അമേരിക്കയും കാനഡയും വേണമെങ്കിൽ മെക്സിക്കോ, ഈ രാജ്യങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം വേണമെങ്കിൽ യൂറോപ്പുമായിട്ട് കച്ചവടം നടത്തുന്ന ഒരു രാജ്യം മാത്രമായിട്ട് മാറാൻ പോവുകയാണ് അമേരിക്ക.